ചേറ്റുവ പാലത്തിൽ മാസങ്ങളായി കത്താതെ കിടക്കുന്ന വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൂട്ടുകത്തിച്ച് പിടിച്ച് പ്രതിഷേധം. സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമലാണ് വേറിട്ട പ്രതിഷേധവുമായി മുന്നിട്ട് വന്നത്. ചേറ്റുവ പാലത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക, പാലത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നടപ്പാതയിലെ സ്ലാബ് മാറ്റി സ്ഥാപിക്കുക, പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങൾക്ക് വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ, ലൈറ്റ് ബോർഡുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. ദിനംപ്രതി ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ കൂടി വരികയാണ്. രാത്രി സമയങ്ങളിലാണ് ദേശീയപാതയിൽ അപകടങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത്. അപകടങ്ങൾ തടയുന്നതിന് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ദീർഘദൂര വാഹനയാത്രക്കാർക്ക് ദൂരെ നിന്ന് കാണാവുന്ന രീതിയിൽ ദേശീയപാതയോരത്ത് മുൻകരുതൽ ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. ഇതിന് സൂചനാ സമരമാണെന്നും പാലത്തിനോടുള്ള അവഗണന തുടർന്നാൽ നാട്ടുകാരെയും മത്സ്യത്തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമര നടപടികൾ സ്വീകരിക്കുമെന്നും ലത്തീഫ് കെട്ടുമൽ മുന്നറിയിപ്പ് നൽകി. ഈ ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അനാസ്ഥ തുടങ്ങിയിട്ട് മാസങ്ങളായി. ചേറ്റുവ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ കത്താതെയായിട്ട് ഏകദേശം 3 മാസത്തിന് മുകളിലായി. എത്ര അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനോ ഈ തെരുവിളക്കുകൾ കത്തിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ ചേറ്റുവ പാലത്തിന്റെ നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നിട്ട് വർഷങ്ങളായി. ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവറുകൾ മുമ്പാകെ ഈ വിഷയം നേരിട്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ NHAI അധികൃതരെ അറിയിക്കുകയും അവരോട് വേണ്ട നടപടി സ്വീകരിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. നാളിതുവരെ ആയിട്ടും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഈ ലൈറ്റ് കത്തുന്ന സമയത്ത് ഞാനിതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയതും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും എല്ലാം ഇതിനെ തീരുമാനമാണ് അറിയിച്ചിട്ടുള്ളത്. ഇനിയും ഈ ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അനാസ്ഥ തുടർന്നാൽ ശക്തമായ സമരമുറകൾ നാട്ടുകാരെയും മത്സ്യത്തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.